നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് ജൂൺ മാസം 29 തിങ്കളാഴ്ച, ആണിമാസ പൗർണമി. ഇപ്പൊ ഞാൻ പറയുന്ന പൊരുൾകൾ വെച്ച് നമ്മുടെ വീട്ടില് പൂജ ചെയ്താല് നമുക്ക് പണം സംബന്ധപ്പെട്ട വിഷയങ്ങള്, നമുക്ക് കിട്ടിയിരിക്കുന്ന കൺദൃഷ്ടി എല്ലാമേ മറഞ്ഞു പോയി നമുക്ക് 16 സെൽവങ്ങളും വന്നു ചേരും. അത് എന്ത് വഴിമുറ എന്ന് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇപ്പൊ വന്നിട്ട് ഓരോരോ മാസത്തിൽ വരുന്ന പൗർണമിയും ഒത്തിരി വിശേഷപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയുള്ള പൗർണമിയില് തമിഴ് മാസത്തില് 3-ാമത്തെ മാസം, അതായത് ആടിമാസം വരുന്ന പൗർണമിക്ക് വന്നിട്ട് തനിയാ ഒരു വിശേഷം ഇരിക്കുന്നുണ്ട്. ഈ ആടിമാസ പൗർണമിയിലെ വഴിപാടുകളെല്ലാം ഭയങ്കര വിശേഷപ്പെട്ടതാണ്. ആണിമാസത്തിൽ വന്നിട്ട് പൊതുവെ എന്ത് പറയുവെച്ചാല് കൂനിയും വന്നിട്ട് നിമർന്നു നിൽക്കുമെന്ന്. ഇപ്പോ കൂനിക്കിഴവി എന്ന് വെച്ചാൽ എങ്ങനെയിരിക്കും? എന്താ കൂനിയ മുതുകോട് കൂടി കുനിഞ്ഞല്ലേ നിൽക്കുന്നത്. എന്നാൽ ഈ ആണിമാസത്തില് അവരും കൂടെ വന്നിട്ട് നിവർന്നു നിൽക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ എന്നാല് ഈ മാസം വന്നിട്ട് ആരോഗ്യത്തിന്, അതായത് മെഡിസിനലായിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ ട്രീറ്റ്മെന്റ്ക്ക് മിക പെരുമയാർന്ന ഒരു മാസം എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല സൂര്യൻ ഈ മാസത്തില് ഋഷഭരാശിയിലിരുന്ന് ബുധനിൻ രാശിയായ മുന്തിര രാശിയിലേക്ക് ചെന്ന് അവിടെ ഒരു മാസം ഇരിക്കും. അതാണ് നമ്മൾ ആണിമാസം എന്ന് പറയപ്പെടുന്നത്. പൊതുവെ വന്നിട്ട് പൗർണമി നാളില് നമ്മുടെ എണ്ണങ്ങൾ വന്നിട്ട് ഒത്തിരി ആക്രോശമായിട്ട് ഇരിക്കും. ഇപ്പൊ പൗർണമിയും അമാവാസ്യയും എടുത്ത് നോക്കിയാല് രണ്ടും എക്സാക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. അമാവാസ്യയിൽ വന്നിട്ട് അവരുടെ മൂഡ് അങ്ങ് മാറും. എന്നാല് പൗർണമിയിൽ വന്നിട്ട് അത് ഇഴിച്ചു നിലയിലിരിക്കും. കടലിലിരിക്കുന്ന അലകളെ പോലെ നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും എല്ലാം ആക്രോശിച്ച് എണീച്ച് നിൽക്കുന്ന മാതിരി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് ഭയങ്കരമായിട്ട് ഓടിയിട്ടേ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പൗർണമി ദിവസം എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പൗർണമി ദിവസം കോവിലൊക്കെ പോവുക, പിന്നെ സിദ്ധ സമാധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി അവിടെ ഇരുന്ന് ധ്യാനം ചെയ്തോളുക, മെഡിറ്റേഷൻ, യോഗ. നിങ്ങളുടെ ദേഹത്തെ ഈ നിലാവ് വന്ന് പെട്ടാൽ നമുക്ക് വന്നിട്ട് ഒരു പുത്തുണർച്ച ഏർപ്പെടും. അതായത് ഭയങ്കര ഒരു പ്ലസന്റ് ഫീലിംഗ് ഏർപ്പെടും. ഒരു ചില പേരെ എടുത്ത് നോക്കിയാൽ എപ്പോ നോക്കിയാലും പേടി, പതട്ടം, ഒരു ചെറിയ കാര്യം വന്നാലും ടെൻഷനായി, ഹൈപ്പർ ടെൻഷൻ്റെ ആയിട്ട് ഭയങ്കരമായിട്ട് അതിൽ തന്നെ ചുറ്റുന്നവര്. ഒരു ചില പേർക്ക് ചില കാര്യങ്ങൾ കേട്ടാൽ വിയർത്തൊലിച്ച് അങ്ങ് ഭയങ്കര ടെൻഷനിലായി പോകും. പിന്നെ ഒരു ചില പേർക്ക് മനസ്സിന് തെളിവേ ഇല്ലാത്ത മാതിരി ബിഹേവ് ചെയ്യും. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല, ഏത് നേരത്ത് ഏത് ചെയ്യണമെന്നോ ആരോട് എന്ത് സംസാരിക്കണമെന്നോ അറിയില്ല. അങ്ങനെ ഒരു മനസ്സിനൊരു തെളിവേ അവർക്കില്ല. ഒരു ധൈര്യമായിട്ട് പെരുമാറാൻ അവർക്ക് അറിയില്ല, അവർക്ക് ധൈര്യം ഇല്ല. അങ്ങനെയുള്ളവർക്ക് ചന്ദ്രനോട് അരുള് പരിപൂർണമായിട്ടും വേണം. അവര് വന്നിട്ട് നിലാവ് വഴിപാട് ചെയ്യേണ്ടത് അത്യാവശ്യം. അത് മാത്രമല്ല പഠിക്കുന്നതിൽ കുട്ടികള് കുറച്ച് മന്ദമായിട്ട് പഠിക്കുന്നില്ല. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആ സിറ്റുവേഷനിലുള്ളവര് എന്ന് വെച്ചാൽ പഠിക്കുന്നതെല്ലാം മറന്നു പോവും. എന്നാൽ ഒരു ചില പേര് വന്നിട്ട് പിന്നെ ഫസ്റ്റിൽ പറയുന്നത് തന്നെ അങ്ങ് കർപ്പൂരം പിടിക്കുന്ന മാതിരി അങ്ങ് പിടിക്കും. മനസ്സിലെ അത് തന്നെ അള്ളി വെക്കും. ചില കുട്ടികൾക്ക് നമ്മൾ 4-5 തടവ് പറയണം. സ്ലോ ലേണേഴ്സ് ആയിട്ടിരിക്കും അവര്. അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഈ ദിവസം തവര വിടാതുങ്ക എന്ന് വെച്ചാൽ ഗിരിവലം പോണത്, അത് മാത്രമല്ല മലയിലിരിക്കുന്ന കോവിലൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. ചുറ്റി തൊഴുത് വരിക, അത് ഒത്തിരി നല്ല കാര്യം. ശരിയാ. നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല എങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ വീട്ടിന് ടെറസിന്റെ മേലെ കയറിപ്പോയി ഇരുന്നിട്ട് നിങ്ങൾ ഒരു അരമണി നേരം ഈ നിലാവിനെ നന്നായിട്ട് നോക്കിയിരുന്ന് നിങ്ങളുടെ വേണ്ടുതൽ വെച്ചോളുക. ഇപ്പോൾ ടെറസ് വീടല്ലാത്തവര് ഓട്ട് വീടൊക്കെ ആണ് എങ്കിൽ നിങ്ങൾ വീടിന്റെ സൈഡിലായിട്ട് ഇപ്പോൾ ചന്ദ്രഭഗവാന്റെ നിഴല് ഏർപ്പെടുന്ന രീതിക്ക്, നിലാവ് കാണുന്ന രീതിക്ക് നിങ്ങൾ ഒരിടത്ത് കാമൻ ക്വയറ്റായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ വേണ്ടുതൽ വെച്ചോളുക. എൻ്റെ മനസ്സിലെ കുഴപ്പങ്ങളൊക്കെ മാറ്റി എൻ്റെ ജീവിതത്തിലിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു തീരുമാനം വേണം. അങ്ങനെ നിങ്ങൾ ഭഗവാനെ കൈയെടുത്ത് പ്രാർത്ഥിച്ചോളുക. നവഗ്രഹങ്ങളെ എടുക്കുമ്പോൾ ഈ ചന്ദ്രനെയും സൂര്യനെയും മാത്രമേ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. സോ അത് നിങ്ങൾ ആവശ്യം ചെയ്തോളുക. ഓൾറെഡി ഞാൻ പൗർണമി തിഥി എപ്പോ ആരംഭിക്കുന്നു, എതുവരെ ഇരിക്കുന്നു എന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറയാം. ഇന്ന് 29 തിങ്കളാഴ്ച അതിരാവിലെ 4:22 ആരംഭിച്ചു കഴിഞ്ഞു. നാളെ ചൊവ്വാഴ്ച
30-ാം തീയതി രാവിലെ 6:11 AM വരെയാണ് തിഥി ഇരിക്കുന്നത്. സോ ഇന്ന് മുഴുവനായിട്ട് നമുക്ക് മുഴുനീള പൗർണമി തിഥി ഇരിക്കുന്നുണ്ട്. സോ ഈ ഒരു ദീപം വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ നിലവാസലില് വൈകുന്നേരം 6 മണിക്ക് ശേഷം വെച്ചോളുക. ഇനി ഗിരിവലം തുടങ്ങുന്ന നേരവും അത് മുടിയുന്ന നേരവും നമുക്ക് നോക്കാം. തിങ്കളാഴ്ച ഇന്ന് 5:57 AM ഗിരിവലം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് തീരുന്നത് നാളെ ചൊവ്വാഴ്ച 6:16 AM സോ ഗിരിവലം പോകുന്നവരാണെങ്കിൽ അതുക്കുള്ള നിങ്ങൾ പോയിട്ട് വന്നോളുക. എന്തിനാ നിലവാസൽ ദീപത്തെ വന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് മേലെ ഏത്തി വെക്കാൻ പറയുന്നത്? എന്നാല് ഒരു ചില നാളുകളിൽ പൗർണമി തിഥി പെട്ടെന്ന് തീരും. എന്നാല് ഇന്ന് തിങ്കളാഴ്ച വന്നിട്ട് മുഴുനീള പൗർണമി തിഥി ഇരിക്കുന്നുണ്ട്. ഇനി തിങ്കളാഴ്ച ഇന്ന് വരുന്ന ചന്ദ്രഹോര ടൈമിങ്സ് വന്നിട്ട് 8 to 9 ആണ്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ഏറ്റി വെക്കാവുന്നതാണ്. ശരിയാ? കാരണം നിറയെ പേർക്ക് 6 മണി എന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് വരാൻ വൈകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് ചന്ദ്രഹോര ടൈമിൽ ഇത് ചെയ്താലും മതി. ഇനി എന്താ വിശേഷപ്പെട്ട പൊരുൾകൾ എന്ന് നമുക്ക് നോക്കാം. വേറൊന്ന്, ഇത് ഈ പൗർണമിക്ക് മാത്രമല്ല, ഏത് പൗർണമിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ബൗളിൽ കുറച്ച് ചന്ദനം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ചാലിച്ച് വെച്ചോളുക. ചന്ദനം വന്നിട്ട് ചന്ദ്രനിക്ക് ഒരു പൊരുള്. എങ്ങനെ നമുക്ക് നിലാവിനെ പാക്കുമ്പോൾ വന്നിട്ട് ആ കുളിർമയും ഒരു നമുക്ക് സമാധാനം ഒക്കെ കിട്ടുന്നുവോ അതുപോലെ തന്നെ ചന്ദനവും. സോ നിലവാസല് വീട്ടിന്റെ ഫസ്റ്റ് കയറി വരുന്ന ഇടത്തില് ചന്ദനത്തിന് നല്ല റൗണ്ടായിട്ട് അവിടെ കുറച്ച് സ്പ്രെഡ് ചെയ്തോളുക. ചന്ദനം നന്നായിട്ട് തേക്കുക. റൗണ്ടായിട്ട് തേച്ചിട്ട് അതിൽ നിങ്ങൾ ഇടതുപക്കോ വലതുപക്കോ അങ്ങനെ നിങ്ങൾ നന്നായിട്ട് തേച്ചിട്ട് പൊട്ട് വെച്ചോളുക. നിലവാസലിലെ കട്ടിളയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അവിടെയും ചെയ്യാം, നിങ്ങൾക്ക് നടുക്കും ചെയ്യാം. ശരിയാ? അപ്പൊ ചന്ദനം വെച്ച് റൗണ്ട് ചെയ്ത് എന്നിട്ട് അതിന്റെ മേലെ കുങ്കുമം വെച്ച് പൊട്ട് വെച്ചോളുക. അതിന്മേലെ നമ്മൾ വിലക്കിട്ടത് എന്നത് ഭയങ്കര സിറപ്പാനത്. ശരിയാ? ചന്ദ്രനോടെ ഉകந்த പൊരുൾകൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതിലൂടെ ചന്ദ്രഭഗവാനോടെ അരുള് കിട്ടും. എങ്ങനെ നമ്മള് ശുക്രനോട് അരുള് കിട്ടണമെങ്കിൽ ശുക്രൻ ഇരിക്കുന്ന പൊരുളാണ് നമ്മൾ பயன்படுத்த വേണ്ടിയത്. അതേപോലെ തന്നെ ചന്ദ്രന്റെ അരുള് നമുക്ക് വേണമെങ്കിൽ ചന്ദ്രൻ ഇരിക്കുന്ന പൊരുൾകൾ നമ്മൾ பயன்படுത്തണം. ഇതെല്ലാം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യം. ശരിയാ? അതുപോലെ തന്നെ ചന്ദ്രന് വെള്ളി, മുത്ത് ഇതെല്ലാം ചന്ദ്രനക്ക് ഉകந்தത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് பயன்படுത്താവുന്നതാണ്. ഇപ്പൊ നമ്മൾ വന്നിട്ട് ചന്ദനം വെച്ച് വെള്ളം ചാലിച്ച് ചന്ദനത്തില് നമ്മൾ നിലവാസലില് വന്നിട്ട് റൗണ്ടിന് ചന്ദനം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിന്റെ മേലെ കുങ്കുമം വെച്ച് പൊട്ടു തൊടുവിക്കുക. എന്നതിന് ശേഷം ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് പച്ചരി തൂവിയിടുക. ആ പച്ചരി തൂവി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ള കളറിലെ മലറുകൾ ഉണ്ടല്ലോ, പിച്ചിപ്പൂവോ മുല്ലപ്പൂവോ മല്ലിപ്പൂവോ എന്തെങ്കിലും നിങ്ങൾ അതില് ഇട്ടോളുക. കുറച്ച് പൂവിടുക. ചന്ദ്രനക്ക് തന്നെ ഉകந்தത് ഇടുമ്പോൾ നമുക്ക് അളവൊക്കെ ചന്ദ്രൻ വന്ന് ബലം തരും. അപ്പോ നമുക്ക് വേണമെങ്കിൽ വെള്ള അരളി ഇടാം, പാരിജാതം ഇടാം, വെള്ള കളറിലെ മലറിട്ടോളുക. എന്നതിന് ശേഷം ഒരു അകൽ വിളക്കില് തിരിയിട്ട് അതില് നെയ്യോ എണ്ണയോ ഒഴിച്ച് ദീപമേത്തി ഇതിന്റെ മേലെ വെച്ചോളുക. നമ്മളിപ്പോ ചന്ദനം വെച്ച് ഒരു റൗണ്ടിൽ പൊട്ട് വെച്ചില്ലേ, അതിന്റെ മേലെ ഈ പ്ലേറ്റ് വെച്ച് നിങ്ങൾ ഈ ദീപം വെച്ചോളുക. വേറൊന്ന് വയ്ക്കുന്നതിന് മുന്നേ നിലാവിന്റെ മേലെ ഒരു 3 ടൈംസ് നിങ്ങൾ ആരതി കാണിക്കുക. എന്നിട്ട് നിങ്ങളുടെ വേണ്ടുതൽ വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ നിലവാസലിൽ വെച്ചോളുക. വെച്ചതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് വീണ്ടും ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ചോളുക. ചന്ദ്രനെ വഴിപെടുന്നതിനാല് ശിവപെരുമാനോടെ അരുള്, പാർവതി ദേവിയുടെ അരുള് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ ദീപം വന്നിട്ട് ഏത് ദിശ നോക്കി വെക്കണം അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളുടെ നിലവാസൽ ഇപ്പൊ വീട്ടുവാസൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ദിശയിലോട്ടാണോ ഇരിക്കുന്നത് അതിലേക്ക് വെച്ചോളുക. ചില പേര് വന്നിട്ട് മൊട്ടമാടിയില്ലയാ ടെറസിന്റെ മേലെ ഈ നിലാവിനെ നോക്കി പൂജ ചെയ്യും. അവിടെയും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. പക്ഷെ ദീപം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും ഊത്തിയിട്ടേ ഇരിക്കാം. 1 മണി നേരത്തിലിരുന്ന് 2 മണി നേരം, അതായത് 1 to 2 hours ഇത് കണ്ടിന്യൂസ്ലി കത്തിയിട്ടേ ഇരിക്കണം. മാത്രമല്ല ഈ ദിവസം നിറയെ പേര് വന്നിട്ട് സത്യനാരായണ പൂജ, ലക്ഷ്മി കുബേര പൂജ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമില്ലേ. അത് മാത്രമല്ല കുലദൈവ പൂജ ചെയ്യുന്നവരും ഉണ്ട്. ആ പൂജയിലും ഒക്കെ നിങ്ങൾ ഈ ചന്ദനത്തെ നിറയെ അങ്ങ് യൂസ് ചെയ്തോളുക. നല്ല മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ഏർപ്പെടുന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് കൺകുളിർച്ചയായിട്ട് കാണാനുള്ള ഇടവരും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.